മതസൗഹാർദ്ദത്തിന് പേരുകേട്ട ഒരു അമ്പലമുണ്ട് മലപ്പുറത്ത്. കൊണ്ടോട്ടിയിലെ ഈ ക്ഷേത്രത്തിലെ ആഘോഷ ചടങ്ങുകളിലെല്ലാം പ്രദേശത്തെ മുസ്ലിം സമുദായാംഗങ്ങളുടെ സജീവ സാന്നിധ്യമുണ്ട്. ക്ഷേത്ര പുനരുദ്ധാരണത്തിനുള്ള ചെലവുകൾ പ്രധാനമായും വഹിക്കുന്നത് മുസ്ലിങ്ങളാണ്. 400 വർഷമെങ്കിലും പഴക്കമുണ്ട് കൊണ്ടോട്ടിക്കടുത്തുള്ള മുതുവല്ലൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തികൾ നടന്നുവരികയാണ്. പുനരുദ്ധാരണത്തിനുള്ള ചെലവ് വഹിക്കുന്നതാവട്ടെ പ്രദേശവാസിയും ഗൾഫിൽ വ്യവസായിയുമായ സുലൈമാൻ ഹാജിയുമാണ്. അമ്പലത്തിലെ ആഘോഷങ്ങളിലും അന്നദാനത്തിലുമെല്ലാം മുസ്ലിമുകൾ വലിയ തോതിൽ പങ്കാളികളാവുന്നു. അമ്പലക്കുളം നന്നാക്കാൻ 10 ലക്ഷം രൂപ നൽകി മുന്നിട്ടിറങ്ങിയത് PV അബ്ദുൽ വഹാബ് MP ആണ്. മനുഷ്യർ പരസ്പരം മാനസികമായി അകലമാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതുപോലെ നമ്മൾ മനസ്സ് അടുപ്പിക്കുന്ന പ്രവർത്തനങ്ങളും അത്യാവശ്യമാണ്. അതില്ലാതെ നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. പക്ഷെ ഇങ്ങനത്തെ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ, എല്ലാ വിഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളും നമ്മൾ ഇനി നമ്മുടെ കുട്ടികളൊക്കെ ജീവിക്കേണ്ട കാലങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കൾച്ചർ പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ്. ടിപ്പുവിന്റെ പടയോട്ടകാലം മുതൽ നാശം നേരിട്ട അമ്പലത്തിന്റെ പുനരുദ്ധാരണത്തിനായി നാട്ടുകാരായ ഹിന്ദുവും മുസൽമാനും ഒരുമിക്കണമെന്ന് മുഖ്യതന്ത്രി പറഞ്ഞു. എല്ലാവരും ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നത്. ഏകാധിപത്യ ഭരണകാലത്ത് നടന്നിരുന്ന എല്ലാവിധ ലക്ഷണങ്ങളും ഇവിടെ കാണാണ്ട്. ഇന്ന് ആ ഏകാധിപത്യം പോയി ജനാധിപത്യമായി. അപ്പൊ ജനങ്ങളെ സഹകരിപ്പിക്കുക. അപ്പൊ ജനങ്ങളെ സഹകരിക്കുമെങ്കിൽ ഇതുമാതിരിയുള്ള കൂട്ടായ്മകളും കാര്യങ്ങളും ക്ഷേത്രത്തിൽ ഉണ്ടായിത്തീരണം. എങ്കിലേ എല്ലാവരും ശ്രമം കൊണ്ട് അമ്പലം നേരേക്ക് എടുക്കാനാവുള്ളൂ. അതിർത്തി കാക്കുന്ന സൈനികർക്ക് വേണ്ടി നടന്ന മൃത്യുഞ്ജയ ഹോമമായിരുന്നു ഇത്തവണത്തെ പ്രത്യേകത. മതസ്പർദ്ധകൾ കൂടിവരുന്ന ഇക്കാലത്ത് മലപ്പുറം മുതുവല്ലൂരിലെ ദുർഗാദേവി ക്ഷേത്രം കാട്ടിത്തരുന്നത് പുതിയ കാലത്ത് ഏറ്റവും അനിവാര്യമായ മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചകൾ തന്നെയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം.